ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. പ്രായേണ എല്ലാ മനുഷ്യരും അധിക സമയവും പലതരത്തിലുള്ള ആലോചനയിൽ മുഴുകി ദുഃഖിതരായിട്ടാണ് കാണുന്നത്. എന്നാൽ സന്തോഷിക്കാൻ ഏറെ സമയമുണ്ടായിട്ടും സന്തോഷം അനുഭവിക്കാതെ വൃഥാ ഭാവി കാലത്തേക്കും ഭൂതകാലത്തേക്കും പോയി സന്തോഷിക്കേണ്ട വർത്തമാനകാലത്തെ നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ആ ദുഃഖത്തിന് അന്ത്യം വരണമെങ്കിൽ എന്ത് വേണം, ദുഃഖം ഉണ്ടാവാൻ എന്താണ് കാരണം എന്നുകൂടി നമുക്ക് പറഞ്ഞു തരുന്നു. ശോകത്തിനന്ത്യം ഭവിക്കുന്നതെപ്പോൾ, ഭോഗത്തിലാസക്തി പോയിടുമ്പോൾ. ശോകത്തിന് അവസാനം കുറിക്കുന്നത് ഭോഗത്തിൽ ആസക്തി കുറയുമ്പോഴാണ്. ഭോഗത്തിൽ ആസക്തി പോകുന്നതെപ്പോൾ, ഈ ഭോഗത്തിലുള്ള ആസക്തി എപ്പോഴാ പോവാം? ദേഹത്തിൽ ഞാൻ ബുദ്ധി മാനിടുമ്പോൾ. ഈ ഭോഗത്തിലുള്ള ആസക്തിയൊക്കെ കുറയുന്നത് എപ്പോഴാണ്? ഈ ദേഹം ഞാനാണെന്ന തോന്നൽ ഇല്ലാതെയാകുമ്പോൾ. ഇനി അടുത്തത്, ദേഹത്തിൽ ഞാൻ ബുദ്ധി മായുന്നതെപ്പോൾ, മായാന്ധകാരം നിവർത്തിക്കുമ്പോൾ. ഈ ദേഹത്തിൽ ഞാനെന്ന ബുദ്ധി എപ്പോഴാണ് നമുക്ക് പോവുക? അജ്ഞാനം നീങ്ങുമ്പോൾ. അജ്ഞാനം നീങ്ങുന്നത് എങ്ങനെ? അതിനാണ്, അജ്ഞാനത്തിനാണ് മായ എന്ന് പറയുന്നത്. മായാന്ധകാരം നിവർത്തിക്കുമ്പോൾ, അതായത് അജ്ഞാനം ഇല്ലാതെയാകുമ്പോൾ. ഈ ദേഹം ഞാനാണ് എന്ന തോന്നലാണ് അജ്ഞാനം. അതിന് ജ്ഞാനം കൊണ്ടാണ് അത് നിവർത്തിക്കുക. എന്താണ് ജ്ഞാനം? നാം ഓരോരുത്തരും ആത്മാവിനെ കുറിച്ചുള്ളതായ ബോധമുണ്ടാവണം. മായാന്ധകാരം നിവർത്തിപ്പത് എപ്പോൾ? ഈ മായയുടെ അന്ധകാരം എപ്പോഴാണ് ഇല്ലാതെയാവുന്നത്? ആത്മാവബോധം സ്ഫുരിച്ചിടുമ്പോൾ. ആത്മാവിനെ സംബന്ധിച്ച അഗാധമായ അറിവ് കിട്ടുമ്പോഴാണ് നമുക്ക് മായ അല്ലെങ്കിൽ അജ്ഞാനം ഇല്ലാതെയാകുന്നത്. അതിനാൽ നമ്മൾ നിരന്തരം വിചാരം ചെയ്യേണ്ട സുഭാഷിതങ്ങളാണ് ഇവ. ദേഹത്തിൽ ഞാൻ ബുദ്ധി മായുന്നതെപ്പോൾ, മായാന്ധകാരം നിവർത്തിക്കുമ്പോൾ. ഈ ദേഹത്തിൽ ഞാനെന്ന ബുദ്ധി ഇല്ലാതെയാകുന്നത് മായയാകുന്ന അന്ധകാരം നീങ്ങുമ്പോഴാണ്. ഈ മായ അന്ധകാരം നീങ്ങുന്നത് എപ്പോഴാണ്? അജ്ഞാനം, മായ എന്നാൽ അജ്ഞാനം. തൻ്റെ യഥാർത്ഥ സ്വരൂപം മറന്ന് താൻ മറ്റൊന്നാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതിനെയാണ് മായ എന്ന് പറയുന്നത്. ഈ മായാന്ധകാരം എപ്പോഴാണ് ഇല്ലാതെയാകുന്നത്? ആത്മാവബോധം സ്ഫുരിച്ചിടുമ്പോൾ. ആത്മാവാണ് ഞാൻ, ഈ ദേഹം അല്ല എന്ന ബോധം നമുക്ക് ഉറച്ചു കിട്ടുമ്പോഴാണ്. അതാണ് ദേഹോഹബുദ്ധിക്കധീനരായാൽ സ്വന്തം ദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ. ദേഹവും ആണ് ഞാനെന്ന ബുദ്ധിക്ക് നാം വിധേയരായി കഴിയുമ്പോൾ ഈ ദേഹത്തെ ചുമക്കുന്ന ചുമട്ടുകാരാണ് നമ്മൾ ഓരോരുത്തരും. അതിനാൽ ആത്മോഹബുദ്ധിക്കധീനരായാൽ സ്വന്തം ദേഹം നയിക്കും നിയാമകർ നാം. ഈ ദേഹത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് ആ പരമാത്മാവാണ്. അതാണ് ആത്മോഹബുദ്ധി. അതാണ് നാം ഓരോരുത്തരും എന്ന ബുദ്ധി നമുക്ക് ഉറച്ചു കഴിഞ്ഞാൽ, അതാണ് ആത്മോഹബുദ്ധിക്കധീനരായാൽ സ്വന്തം ദേഹം നയിക്കും നിയാമകർ നാം. നമ്മുടെ ദേഹത്തെ നയിക്കുന്ന നിയാമകരാണ് നാം ഓരോരുത്തരും എന്ന സത്യം നമുക്ക് ബോധ്യമാകും. ഇതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനാണ് ആത്മാവബോധം എന്ന് പറയുന്നത്. ഈ ആത്മാവബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. അത് ഉണ്ടാവണമെങ്കിൽ നാം എന്തു ചെയ്യണം? ആത്മാവിനെ നിരന്തരം സ്മരിക്കുകയും അതിനെ സംബന്ധിച്ച് ശ്രവിക്കുകയും ചെയ്യണം. കേൾക്കണം. നമ്മൾ കേട്ട് അതിനെക്കുറിച്ച് നിരന്തരം വിചിന്തനം ചെയ്ത് അതായിത്തീരുന്നതാണ് ആത്മാവബോധം.
ദേഹത്തിൽ ഞാൻ ബുദ്ധിമായുന്നതെപ്പോൾ? മായാന്ധകാരം നിവർത്തിക്കുമ്പോൾ. മായാന്ധകാരം നിവർത്തിപ്പതെപ്പോൾ? ആത്മാവബോധം സ്ഫുരിച്ചിടുമ്പോൾ.